സാധാരണ ജനങ്ങൾ പോലും എന്താണ് അടുത്തത് പൊട്ടിത്തെറിക്കുന്നത് എന്ന് പേടിച്ചിരിക്കുകയാണ്. കയ്യിലുള്ള മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഡിവൈസുകളും മാറ്റിവെച്ചിരിക്കുന്നു. അതുപോലെ ഭയം അവിടെ വ്യാപിച്ചിരിക്കുകയാണ്. കാരണം 48 മണിക്കൂറിൽ ആദ്യം പേജർ പൊട്ടിത്തെറിക്കുന്നു. മാർക്കറ്റിൽ നിന്ന് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പേജർ പൊട്ടിത്തെറിച്ച് സ്ഫോടനം ഉണ്ടാവുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ മരിച്ച ആളുകളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. ഇതുവരെ നമ്മൾ ലോകം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ ലെബനിൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലനം എന്താകുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒരു പരിമിതമായ തോതിൽ ആ മേഖലയിൽ യുദ്ധം വ്യാപിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒക്ടോബർ 7-ന് ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് എന്ന പേരിൽ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഇപ്പോഴും നടത്തി വരുന്ന ഗസ യുദ്ധം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന വംശഹത്യ ഇപ്പോഴും തുടരുകയാണ്. ഗസയിൽ നിന്ന് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ യുദ്ധത്തിൻ്റെ കേന്ദ്ര ബിന്ദു വെസ്റ്റ് ബാങ്കിലേക്ക് മാറിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ പ്രധാനമായും ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഈ ഗസ യുദ്ധം തുടങ്ങിയതിനെ തുടർന്ന് ഏറ്റവും ശക്തമായ പ്രതിരോധം ഹമാസ് ഇതര സംഘടനയിൽ നിന്ന് ഇസ്രായേലിനുണ്ടായത് ഹിസ്ബുള്ളയിൽ നിന്നാണ്. ഹിസ്ബുള്ള നിരന്തരമായി തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ അതിർത്തിയിൽ നടത്തിയിട്ടുള്ള റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഫലമായി 60,000-ഓളം വരുന്ന ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ടി വന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഗസയിൽ കേന്ദ്രീകരിച്ച ഘട്ടത്തിൽ ഹിസ്ബുള്ളയുമായിട്ട് നേരിട്ടുള്ള ഒരു യുദ്ധം ഒരു പക്ഷേ ഇസ്രായേൽ ഒഴിവാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. അവർ ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് അക്രമം വ്യാപിപ്പിക്കാൻ പരിശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് ലഭിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ ഇസ്രായേലിന് യുദ്ധവിജയം നേടണമെങ്കിൽ ഇറാനെയും ഇറാൻ്റെ പ്രോക്സികളെയും നിലയ്ക്ക് നിർത്താതെ തരമില്ല. യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ പ്രഹരശേഷി അതിൻ്റെ സ്വാധീന മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അതേസമയം ഇറാൻ്റെ അങ്ങനെയല്ല. ഒരു ഭാഗത്ത് ഹൂത്തികൾ, അതുപോലെ സിറിയയിലുള്ള മിലീഷ്യ, ഹിസ്ബുള്ള, ഇങ്ങനെയുള്ള ഷിയ മിലീഷ്യയുടെ ഒരു വലിയ സംഘത്തിന് തന്നെ നേതൃത്വം നൽകുന്ന രാജ്യമാണ് ഇറാൻ. യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 ആക്രമണം ഫലപ്രദമായി അവർക്ക് നടപ്പാക്കാൻ സാധിച്ചത് ഇറാൻ്റെ പിന്തുണയോടുകൂടിയാണ്. ആ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഇതര സംഘം വളരെ ഫലപ്രദമായി ഇൻ്റർനെറ്റ് ബ്ലോക്കിംഗ് സംവിധാനങ്ങൾ പ്രയോഗിച്ചു എന്നുള്ളതാണ്. അത് ബ്ലാക്ക് നെറ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവരത് ചെയ്തത്. ഇസ്രായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും മൊത്തം കുറേ നേരത്തേക്ക് നിശ്ചലമാക്കാൻ ഹമാസിന് കഴിഞ്ഞു. അങ്ങനെയാണ് ഇരുചെവി അറിയാതെ ഫലപ്രദമായ ഒരു ഇൻകേർഷൻ ഇസ്രായേലിനകത്തേക്ക് നടത്താൻ ഹമാസിന് കഴിഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനൊരു പ്രതിസന്ധിയായിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഒരുപക്ഷെ ഇസ്രായേൽ കൂടുതൽ ഫലപ്രദമായിട്ട് അവരുടെ സൈബർ വാർഫെയർ അതിൻ്റെ കുന്തമുന കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഘം ഇത് ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്നത്, മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രചരണം ഇതിനു മുമ്പ് വന്നിരുന്നു. അപ്പോൾ കയ്യിലുള്ള മൊബൈൽ ഫോൺ എപ്പോഴും പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു സാഹചര്യം മനുഷ്യർക്കുണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. ഇവിടെ പേജർ കഴിഞ്ഞ ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഹസൻ നസറുള്ള ഫെബ്രുവരിയിൽ പറഞ്ഞത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല, അതുകൊണ്ട് പേജറിലേക്ക് മാറണം. പേജർ ഒരു ഔട്ട്ഡേറ്റഡ് മെഷീനാണെന്നുള്ളത് നമുക്കറിയാം. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ പേജർ മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്കാണ് വലിയ നമ്പർ പേജറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുന്നത്. ഇത് ഈ സാഹചര്യത്തിൽ BSC എന്ന് പറഞ്ഞ ഒരു കൃത്രിമ കമ്പനി ഉണ്ടാക്കി അവിടെ നിന്ന് ഹംഗറിയിലേക്ക് മെഷീനുകൾ എത്തുന്നു. അത് പിന്നീട് ഹിസ്ബുള്ളയ്ക്ക് വിതരണം ചെയ്യുന്നു. ഈ ഒരു കൈമാറ്റത്തിനിടയ്ക്ക് എക്സ്പ്ലോസീവ് ഈ പേജറിനകത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരവും. പല അനലിസ്റ്റുകളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്നലെ ഒറ്റയടിക്ക് ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു. 2750-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഈ പരിക്കേൽക്കുന്നതൊക്കെ മരണസംഖ്യ കുറവാണെങ്കിലും പരിക്കേറ്റവർക്കുള്ള പരിക്ക് അതീവ ഗുരുതരവും മാരകവുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.